നമസ്കാരം എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാൻ ദീപാവലിയുടെ കുറച്ച് പലഹാരങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് ഞാനല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട് അനു ചെയ്തിട്ടുള്ളതാണ്. ഇപ്രാവശ്യം ദീപാവലിക്ക് അനുവിൻ്റെ കൂടെയായിരുന്നു. അനു ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദീപാവലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള 1-2 റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതൊരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അനു ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ ആദ്യം ബാദുഷ എന്ന നമ്മുടെ ദീപാവലി സ്വീറ്റ്സിൻ്റെ പാക്കറ്റിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതാണ് ഉണ്ടാക്കുന്നത്. അതിന് 250 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 കിലോ മൈദ കൂടെ ചേർക്കുക. 1 കിലോ മൈദയ്ക്ക് 250 ഗ്രാം ബട്ടർ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ ബട്ടർ ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളംകൈ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ വിരൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടത്. എന്നിട്ട് അതൊരു ബ്രെഡ് ക്രംസിൻ്റെയും ഒരു റസ്ക് പൊടിച്ചാലൊക്കെ ഉണ്ടാവില്ല, ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കണം. നമ്മുടെ ഉള്ളംകൈ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ അമർന്ന പോലെ ആയിപ്പോവും. നമ്മുടെ വിരൽ കൊണ്ട് തന്നെ വേണം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി. അനുണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിരുന്നു എല്ലാ ദീപാവലി സ്വീറ്റ്സും. അതിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. ഇത് 1 കിലോ മൈദ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പൊടി കുറേ ഉള്ളതുകൊണ്ട് ഒന്നിച്ച് കുഴക്കേണ്ട വിചാരിച്ചിട്ടാണ് അതിന് കുറേശ്ശെ എടുത്തിട്ട് കുഴച്ചിട്ടുള്ളത്. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരു മാവ്, ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടും. അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ചെടുക്കണം. ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി മാറ്റണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് നമ്മൾ ഈ ബോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അത് നമ്മൾ ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത്
വേണ്ട 150 ഗ്രാം ബട്ടർ, കായം, ഉപ്പ്, അയമോദകം, എള്ള്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കെടുക്കാം. നമ്മൾ പൊട്ടുകടല പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ അത് പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത അരി ഒന്ന് അരച്ചെടുക്കണം. അരിയിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള മുളകില്ലേ, ആ മുളകും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും, അതും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മൾ ജസ്റ്റ് ഒരു ഇതിൽ അധികം ലൂസായിട്ടും അല്ല, എന്നാൽ അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് ചൂടാൻ വയ്ക്കുക. സേവ നമ്മൾ ബട്ടർ ഇട്ട് നന്നായിട്ട് ബട്ടർ തടവി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക. അധികം ടൈറ്റ് അല്ലാതെ ഇരിക്കണം മാവ്. എന്നിട്ട് നമുക്കൊരു തുണിയിലോ ഒരു ചട്ടകത്തിൻ്റെ മേലെയൊക്കെ ഇത് നന്നായി ചുറ്റിയെടുത്ത് നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. അനുവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.